Kajabi again welcome back to Soicy Spicy. Soicy Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ഡിഷാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ഇഷ്ടംപോലെ ചക്ക എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചക്കപ്പുഴുക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഈ ചക്കപ്പുഴുക്കിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ നമ്മൾക്ക് എന്താ പറയുക ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പഠിക്കാൻ പോകണം കേട്ടോ. പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചക്കപ്പുഴുക്കിൻ്റെ ഓർമ്മ വരും, നമ്മുടെ നാടിൻ്റെ നൊസ്റ്റാൾജിയ വരും, എല്ലാം നമുക്ക് ഓർമ്മ വരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറഞ്ഞത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മീൻകറിയോ കുറച്ച് ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ നാടൻ ചക്കപ്പുഴുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനൊരു മീഡിയം സൈസുള്ള ചക്ക 4 ഭാഗിച്ച് അതിലൊരു പോർഷനാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെയിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 500 ഗ്രാം ഉണ്ട്. കപ്പ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 5.5 കപ്പോളം ഉണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 കപ്പ് തേങ്ങയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 പച്ചമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6 ചുവന്നുള്ളി വേണം, പിന്നെ 1 ടീസ്പൂൺ ജീരകം വേണം, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് വേണം, 1 ടീസ്പൂണോളം മതി. പിന്നെ നമുക്കൊരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം, പിന്നെ ഒരു 5 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് വേണം, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് വേവിച്ചെടുക്കാനുള്ള ചക്ക വേവിച്ചെടുക്കാനുള്ള വെള്ളമാണ്. അതും കൂടെ നമുക്ക് മതി ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ചക്കപ്പുഴുക്കിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ തേങ്ങയിലോട്ട് ഞാൻ ബാലൻസ് ഉള്ള കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ 6 ചുവന്നുള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം, പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പം ബാലൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തേങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് അമ്മിക്കല്ലുമ്മയൊക്കെ ഇട്ട് ചതയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അമ്മിക്കല്ലുമ്മയൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കെടുക്കാൻ പോവുകയാണ്. ചെറിയ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ചതച്ച എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ ഈ ചട്നിക്കൊക്കെ അരയ്ക്കണ പോലെ തന്നെ ചമ്മന്തി ആയി പോകരുത്. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ ആക്കോടെ ഒരു ടെക്സ്റ്റൊക്കെ മാറിപ്പോവും. അപ്പം ഞാനിത് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചക്കപ്പുഴുക്കിലോട്ട് വേണ്ട തേങ്ങ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അധികം അരഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് ചതഞ്ഞേ വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ തേങ്ങ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. നമുക്ക് തേങ്ങയ്ക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് ഇതേപോലെ ചതഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഇനി ബാലൻസ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചക്കപ്പുഴുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ചക്ക വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാനിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി തേങ്ങ അരപ്പ് റെഡിയാക്കുന്നതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ചക്ക വേകാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം മതി. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ചക്ക നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വേവിച്ചെടുക്കണം. ചക്ക മൂടി വെച്ചിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം വേവിക്കാൻ പോവുകയാണ്. തീ മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ. പിന്നെ മൂടി വെച്ചതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം.
അപ്പോൾ ഞാൻ ചക്ക നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടിയിലേക്ക് പിടിച്ചിട്ടുണ്ടോ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. വെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ വെള്ളം കൂടുതലാണ് എങ്കിൽ അവസാനം ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചക്ക നന്നായിട്ട് വേവിച്ച് ഇതേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ കൂടെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലാണ് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചക്കയിൽ പിടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തിടണം. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അരപ്പും ചക്കപ്പുഴുക്കും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്തിടണം. ഇനി വറുത്തിടണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇനി വറുത്തിടാൻ ഇഷ്ടമില്ലാത്തവർ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ തളിച്ചിട്ട് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് വറുത്തിടുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് വറുത്തിടാൻ പോവാണ്. വറുത്തിടാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ അത്യാവശ്യം നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. വറ്റൽമുളകിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചക്കപ്പുഴുക്കിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയാക്കി വെച്ചതിലോട്ട് നമ്മുടെ വറവ് ഞാൻ ഇടാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ചക്ക കിട്ടുമ്പോൾ. അവിടെ എല്ലാവർക്കും കൊടുക്കണം. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെന്താ ഇതിൻ്റെ കൂടെ സൂപ്പ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറിയാണ്. അതെല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മീൻകറിയുടെ കൂടെ എല്ലാവരും കഴിക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.